മാന്നാർ കുട്ടമ്പേരൂരിൽ 22-കാരി ആത്മഹത്യ ചെയ്ത കേസിൽ അയൽവാസിയായ പ്രതി ശിക്ഷിക്കപ്പെടാൻ കാരണം പോലീസിന് ലഭിച്ച നിർണായകമായ ഫോൺ സംഭാഷണങ്ങൾ. കുട്ടമ്പേരൂർ കരിയിൽക്കളത്തിൽ രവിയുടെ മകൾ ആതിര ആത്മഹത്യ ചെയ്തതിന് തൊട്ടുമുമ്പുള്ള ഫോൺ സംഭാഷണങ്ങളാണ് പോലീസ് പുറത്തുവിട്ടത്. അയൽവാസിയായ സുരേഷ് ഭീഷണിപ്പെടുത്തി ആതിരയെ ആത്മഹത്യ ചെയ്യിപ്പിക്കുകയായിരുന്നു. ഞാൻ പറയുന്ന സെക്കൻഡിൽ എന്റെ കരുത്തെ കുറുക്ക് വീഴണം. നീ ആദ്യം ആ ഫോൺ ഉപേക്ഷിക്കണം. എന്നിട്ട് നിന്റെ അമ്മയുടെ ഫോണിൽ തന്നെ വിളിക്കും. ഹലോ, ആ ഫോൺ നീ കളയണം, കണ്ടത്തിലോട്ട് വലിച്ചെറിയും. 2018 ഫെബ്രുവരി 13 രാത്രി 10:30 വീട്ടിലെ കിടപ്പുമുറിയിൽ ആതിര എന്ന 22-കാരി തൂങ്ങി മരിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ഫോൺ സംഭാഷണമാണിത്. ഇതിൽ ആതിരയോട് സംസാരിക്കുന്നത് അയൽവാസിയും 42-കാരനുമായ സുരേഷിനോട് സംസാരിക്കുന്നതിനിടെയാണ് ആതിര തൂങ്ങി മരിച്ചത്. സുരേഷ് പലതവണ യുവതിയെ ഭീഷണിപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ഫോൺ സംഭാഷണത്തിലുണ്ട്. ഹലോ, ഞാൻ പറയുമ്പോ നീ ചാടിയിരിക്കണം. നീ പറയണ്ട, ഇട്ടിട്ടുണ്ടല്ലോ. നീ കഴുത്തേലും കയറിട്ടിട്ടില്ല, നീ മണ്ടയ്ക്കും കയറിട്ടില്ല. ആതിരയുടെ ശബ്ദം ഫോണിൽ കേൾക്കാതായതോടെ സുരേഷ് സ്വന്തം മകളെ ഫോണിൽ വിളിച്ച് തൊട്ടടുത്ത ആതിരയുടെ വീട്ടിലേക്ക് പറഞ്ഞുവിടുകയും മകൾ അവിടെ പോയി വന്ദന എന്ന് വിളിക്കുന്ന ആതിരയെ അന്വേഷിക്കുന്നതിന്റെയും തുടർന്ന് ആതിര മുറിയിൽ തൂങ്ങി നിൽക്കുന്നുവെന്ന് സുരേഷിനോട് പറയുന്നതും ഫോൺ സംഭാഷണത്തിൽ കേൾക്കാം. അതിലൂടെ കൊടുത്തേ. ഹലോ, വന്ദന ചേച്ചി എന്ന് വിളിച്ചേടി. ചേച്ചിയോ? ആ, വിളിച്ചേ. അവരൊക്കെ കിടന്നെന്ന് തോന്നാ. വിളിക്കടിയാ കൊണ്ടുവന്ന ചേച്ചി. ഹലോ, വിളിച്ചിട്ട് അവിടെ ആരും കേൾക്കുന്നില്ല. ഇപ്പൊ അവളുടെ അമ്മയുടെ ഫോണിൽ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു അവളെ ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് അച്ഛനെ വിളിച്ചിട്ട് തിരിച്ചു വിളിച്ചിട്ട് അവരുടെ അമ്മയുടെ ഫോൺ എടുക്കുന്നില്ല. ആണോ? ആ, ഹലോ, അച്ഛാ, അത് തോന്നിക്കുവാ. മരണം ഉറപ്പാക്കിയ ശേഷം സുരേഷ് ആതിരയുടെ വീട്ടിലെത്തുകയും കെട്ടഴിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് മരണാനന്തര ചടങ്ങുകളിലും പങ്കെടുത്തു. മാതാപിതാക്കൾ വഴക്കു പറഞ്ഞതിലുള്ള മനോവിഷമം മൂലമാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന് ആതിരയുടെ മാതാപിതാക്കളെ സുരേഷ് തെറ്റിദ്ധരിപ്പിച്ചു. ആതിരയുടെ അച്ഛൻ രവിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം മാന്നാർ പോലീസ് കേസെടുത്തത്. എന്നാൽ ആതിരയും സുരേഷും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്ന അയൽവാസികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സുരേഷിനെ അറസ്റ്റ് ചെയ്തു. ആതിരയുടെ മൊബൈൽ ഫോണും സിം കാർഡും അടക്കം എല്ലാ തെളിവുകളും നശിപ്പിച്ചു എന്ന ആശ്വാസത്തിലിരുന്ന പ്രതി സ്വന്തം ഫോണിൽ സംഭാഷണങ്ങൾ റെക്കോർഡായത് അറിഞ്ഞില്ല. സുരേഷിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ച പോലീസിന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ. വെറുമൊരു ആത്മഹത്യയായി മാത്രം മാറേണ്ടിയിരുന്ന ആതിരയുടെ മരണം അന്നത്തെ മാന്നാർ SI ആയിരുന്ന കെ ശ്രീജിത്തിന്റെ സമയോചിതമായ ഇടപെടലിലൂടെയാണ് വഴിത്തിരിവിലെത്തിയതും പ്രതി ശിക്ഷിക്കപ്പെട്ടതും. മൊബൈൽ ഫോൺ സംഭാഷണങ്ങൾ തെളിവുകളായി സ്വീകരിച്ച ചെങ്ങന്നൂർ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി വീണ പ്രതിക്ക് 12 വർഷം തടവും 1,20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു. ജനം, ആലപ്പുഴ.